വാളെടുത്തവൻ വാളാൽ എന്നത് പണ്ടുകാലം മുതലേ നമ്മൾ കേൾക്കുന്നൊരു ചൊല്ലാണ്. അതേപോലെ പതിറ്റാണ്ടുകളായി ഭീകരവാദത്തെ വളർത്തുന്നു എന്ന ആരോപണം നേരിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അത് വെറും ആരോപണം മാത്രമല്ല, യാഥാർത്ഥ്യവുമാണ്. ഇന്ത്യക്കെതിരായി മാത്രമല്ല, ലോകത്തുള്ള എല്ലാത്തരം ഭീകരവാദികൾക്കും മത തീവ്രവാദികൾക്കുമൊക്കെ സഹായവും പരിശീലനവും നൽകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ ഇപ്പോൾ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇരയായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 2026 ആഗോള ഭീകരവാദ സൂചികയിൽ ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാൻ ഒന്നാമതെത്തി. 2025 ഏറ്റവും കൂടുതൽ ഭീകരവാദം ബാധിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. 1139 മരണങ്ങൾ, 1045 ഭീകര ആക്രമണങ്ങൾ, 1595 പേർക്ക് പരിക്കേറ്റു, 655 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഭീകരവാദം കാരണം 2025 പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. 8.574 എന്ന സ്കോറോടെ മറ്റു രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് പാകിസ്ഥാൻ പട്ടികയിൽ ഒന്നാമതെത്തിയത്. തുടർച്ചയായ 6ാം വർഷമാണ് പാകിസ്ഥാനിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ വർദ്ധിക്കുന്നത്. 2025 ദക്ഷിണേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെല്ലാം സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ സ്ഥിതിഗതികൾ വഷളായ ഒരേയൊരു രാജ്യം പാകിസ്ഥാനാണ് എന്നതും പ്രത്യേകം ഓർക്കണം. രാജ്യത്തെ ആകെ ആക്രമണങ്ങളുടെ 74%, മരണങ്ങളുടെ 67% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഖൈബർ പഖ്തൂൺഖ, ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളിലാണ്. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാനാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെ പ്രധാന തീവ്രവാദി ഗ്രൂപ്പ്. 2025 നടന്ന 595 ആക്രമണങ്ങൾക്കും 637 മരണങ്ങൾക്കും തെഹ്രീക്ക് താലിബാൻ ആണ് ഉത്തരവാദികൾ. ഇത് രാജ്യത്തെ ആകെ മരണസംഖ്യയുടെ 56%. പാകിസ്ഥാനിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചത് 450%. പോലീസ് ഉദ്യോഗസ്ഥരുടെ മരണസംഖ്യയും വല്ലാതെ ഉയർന്നിട്ടുണ്ട്. തെഹ്രീക്ക് താലിബാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട്. ഏകദേശം 6000 മുതൽ 6500 വരെ തെഹ്രീക്ക് ഭീകരർ അഫ്ഗാനിസ്ഥാനിൽ ഇരുന്നുകൊണ്ടാണ് അതിർത്തി കടന്നുള്ള ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. അഫ്ഗാൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ പാകിസ്ഥാൻ സ്ഥാപിച്ച മദ്രസകൾ പിന്നീട് താലിബാനിലും TTPയിലും ചേർന്ന വ്യക്തികളുടെ ആശയങ്ങൾ പങ്കുവെക്കുന്ന കേന്ദ്രങ്ങളായി മാറുകയായിരുന്നു. 2021 അഫ്ഗാൻ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ TTPക്ക് അവിടെ സുരക്ഷിതമായ സങ്കേതം ലഭിച്ചു. TTPയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടെങ്കിലും അഫ്ഗാനിലെ താലിബാൻ അത് നിരസിക്കുകയായിരുന്നു. 2025 മാർച്ചിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു പാസഞ്ചർ ട്രെയിൻ പിടിച്ചെടുത്ത് 442 പേരെ ബന്ദികളാക്കിയത് ആ വർഷത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു. BLAയുടെ പോരാട്ടം ഇപ്പോൾ ഉന്നം വെക്കുന്നത് പാകിസ്ഥാൻ സുരക്ഷാ സേനയെയും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട ചൈനീസ് പൗരന്മാരെയുമാണ്. നമ്മുടെ രാജ്യത്തും പലരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ മതവും ജാതിയും നോക്കി രോഷം കൊണ്ടിട്ട് കാര്യമില്ല. മതം നോക്കി സഹായങ്ങൾ നൽകിയതിന്റെ തിക്തഫലമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുളയിലെ നുള്ളിക്കളയേണ്ട ഒന്നാണ് തീവ്രവാദം എന്നത്. അതിൽ നല്ല തീവ്രവാദികൾ, ചീത്ത തീവ്രവാദികൾ എന്നിങ്ങനെ തരംതിരിവില്ല. പാകിസ്ഥാന് പറ്റിയതും അതാണ്. ഇന്ത്യക്കെതിരെ ഇറങ്ങുന്ന തീവ്രവാദികൾ അവർക്ക് നല്ലവരായിരുന്നു. അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്താണ് ഇന്ന് പാകിസ്ഥാൻ ഭക്ഷണം പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയത്.